എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 29 മുതൽ 31 വരെ അതത് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അതത് പോളിടെക്നിക് കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ കൂടി ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജും സെലക്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ജില്ലയിലെ പോളിടെക്നിക് കോളേജിൻ്റെ അറിയാനായിട്ട് ആ ജില്ല സെലക്ട് ചെയ്ത ശേഷം പോളിടെക്നിക് കോളേജ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസി ഏത് കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് കുറച്ച് കോഴ്സിൻ്റെ കോഡ് കൊടുത്തത് കാണാം. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഓരോ കോഴ്സിൻ്റെ ആ ഒരു കോഡ്സാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് പരിശോധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഹോം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയത് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു റെഗുലർ അഡ്മിഷൻ 2024-25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോം പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജില്ലയിലെയും അതുപോലെ മറ്റ് ജില്ലകളിലെയും ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെയുള്ള ആ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഞാനിത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞത് പ്രകാരം സ്പോട്ട് അഡ്മിഷൻ 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ പ്രവേശനത്തിനായിട്ട് നെയ്യാറ്റിൻകര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 2024 ഓഗസ്റ്റ് 30 നെയ്യാറ്റിൻകര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു. 2024 മുതൽ 25 വരെയുള്ള അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ പ്രവേശനത്തിന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ നിലവിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് തലേ ദിവസം വരെയോ അല്ലെങ്കിൽ 30 രാവിലെ 9 മണിക്ക് മുമ്പോ നേരിട്ട് സ്ഥാപനത്തിൽ ഹാജരായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 30 നടക്കുന്ന സ്ട്രീം 1 സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അന്നേ ദിവസം 10:30 മുമ്പായിട്ട് സ്ഥാപനത്തിൽ വന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. സ്ട്രീം 2-ൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 മുമ്പായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷന് യഥാസമയം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആരെയും യാതൊരു കാരണവശാലും അഡ്മിഷന് കൺസിഡർ ചെയ്യില്ല. അതായത് അഡ്മിഷൻ പരിഗണിക്കുന്നതല്ല. അന്നേ ദിവസം രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ നടത്തുന്നതായിരിക്കും. നിലവിൽ അഡ്മിഷൻ ലഭിച്ചവരിൽ സ്ഥാപന മാറ്റമോ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർക്കും പുതുതായിട്ട് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകനാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റോ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ സ്രാഷ്ട്രീയ പോളിടെക്നിക് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ച റെസീപ്റ്റോ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ രേഖകളോ ഹാജരാക്കേണ്ടതാണ്. പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസ് UPI ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയും PTA ഫണ്ട് പൈസയായിട്ടും അടക്കേണ്ടതാണ്. അപേക്ഷകർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം രക്ഷകർത്താവിനൊപ്പം 10:30 മുമ്പായിട്ട് ഹാജരാക്കേണ്ടതാണ്. വേക്കൻസി പൊസിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ രജിസ്ട്രേഷൻ ടൈം കൊടുത്തിട്ടുണ്ട്. 30 വെള്ളിയാഴ്ചയാണ്. രാവിലെ 9 മണി മുതൽ 10:30 വരെയാണ് രജിസ്ട്രേഷൻ ഉള്ളത് സ്ട്രീം 1 കോഴ്സിൽ. അതുപോലെ തന്നെ 11
AM മുതലാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്. സ്ട്രീം 2 ആണെങ്കിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 മുതൽ 2 മണി വരെയാണ് രജിസ്ട്രേഷൻ. 2:30 PM അഡ്മിഷൻ ആരംഭിക്കുന്നത്. അതുപോലെ സ്ട്രീം 1 എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കോഴ്സുകൾ. സ്ട്രീം 2-ൽ CABM കോഴ്സ്, ഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു പോളിടെക്നിക് കോളേജിൻ്റെ ഷെഡ്യൂൾ നോക്കാം. അപ്പോൾ ഇവിടെ മറ്റൊരു പോളിടെക്നിക് കോളേജിൻ്റെ ജസ്റ്റ് നോക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ എല്ലാവിധ പോളിടെക്നിക് കോളേജിൻ്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രകാരം MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് തിരുവല്ലം വണ്ടിത്തടം കോളേജിൽ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിന്, അതായത് പ്രവേശനത്തിന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നീ വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. നിലവിൽ അപേക്ഷ സമർപ്പിച്ചവർക്കും ഇതുവരെ അപേക്ഷ ഒന്നും സമർപ്പിക്കാത്തവർക്കും കോളേജിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പ്രവേശനം ആഗ്രഹിക്കുന്നവർ എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും, അതായത് SSLC അല്ലെങ്കിൽ THSSLC അല്ലെങ്കിൽ CBSE, ICSE, ICSE അതുപോലെ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സർട്ടിഫിക്കറ്റ്സ്, ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാറിൻ്റെ പകർപ്പ്, ഈ ആവശ്യമായിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടി വരിക. അതുകൊണ്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എടുക്കണം. എന്നിവ സഹിതം നിങ്ങൾ കോളേജിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് അർഹമായിട്ടുള്ള ഫീസ് ഇളവ് ലഭിക്കും. വിശദവിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇതിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചവർക്കും, ഇതുവരെ ഒരു അപേക്ഷയും സമർപ്പിക്കാത്തവർക്കും, അതുപോലെ കോളേജ് മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ബ്രാഞ്ച് മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ നേരിട്ട് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ അവിടെയുള്ള വാക്കൻസിയും കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.